നമ്മുടെ കേരള ടു ആഗ്ര ട്രിപ്പിൻ്റെ 9th ഡേ ആണെന്ന്. നമ്മൾ ഹൈദരാബാദിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 417 കിലോമീറ്റർ ഓടി. ഹൈദരാബാദ് 423 423 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. നേരത്തെ 417 എന്നല്ലേ കാണിച്ചേ. എന്തായാലും നിയർലി 400 കിലോമീറ്റേഴ്സ് ഇനിയും പോകാനുണ്ട്. സോ ഇന്ന് നമ്മളൊരു 650 കിലോമീറ്റേഴ്സ് അടുത്ത് നമുക്ക് യാത്രയുണ്ട്. ഇനിയും കുറേ കോട്ടൺ പാടങ്ങൾ. വേറെയും കൃഷികളുണ്ട് ഇടയിലൊക്കെ, പക്ഷെ കോട്ടൺ കൃഷിയാണ് ഒരുപാട്. ഇവിടെ നിറയെ ധാബയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രക്കിലേക്ക് ആ സൈഡിൽ വീഡിയോ എടുക്കുമ്പോൾ വണ്ടികളൊക്കെ ഇടയിൽ കൂടെ പോയിട്ട് അങ്ങനെ ചെറിയൊരു ഡിസ്റ്റർബൻസ്. നമുക്ക് വണ്ടികൾ ഇങ്ങനെ അടുത്ത് കാണും ഇതുപോലെ. പക്ഷെ കുഴപ്പമില്ല, ഫ്രണ്ടിലെടുക്കുമ്പോൾ. അപ്പുറത്ത് ഫുൾ കോട്ടൺ കൃഷിയാണ്, പരുത്തി കൃഷിയാണ്. അത് കാണാനാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് വണ്ടികൾ പോകുന്നത് ആദ്യം കാണുന്നത്. നമുക്ക് എന്തായാലും അടുത്ത് എവിടെയെങ്കിലും ഒന്ന് നിർത്താം. കോട്ടൺ നമുക്കിങ്ങനെ അതിനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലെ എവിടെയെങ്കിലും സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നിർത്താം. അങ്ങനെ നമ്മളൊരിടത്ത് നിർത്തി. ഇവിടെ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടൺ കുറച്ചിങ്ങനെ നടന്നു പോയിട്ട് അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഇവിടെ ഇങ്ങനെ ഈ റോഡിൻ്റെ സൈഡ് ഇവരുടെ കൃഷി അല്ലാണ്ട് 2-3 ചെടി ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. സോ അതിന്ന് നമ്മളൊരു ചെറിയ കോട്ടൺ അതിൻ്റെ ആ ഒരു സംഭവം വലിച്ചിട്ടുണ്ട്. അതെ, അത് 4 ലോബായിട്ടാണ് ഉള്ളത് ഈ കോട്ടൺ. ഞാനിങ്ങനെ ഇത്ര അടുത്ത് ഇതിനെ കണ്ടിട്ടില്ല അതിനു മുമ്പ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുള്ള ഇങ്ങനെ ചെറിയ ഗുഡൗൺ പോലെ, അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ ഈ കോട്ടൺ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുക. ഇതാണ് ഈ കോട്ടൺ ഫീൽഡ്. അടുത്തുനിന്ന് നമുക്കിങ്ങനൊരു
പിന്നെ നമ്മുടെ ഹൈദരാബാദിലോട്ടുള്ള യാത്ര നമ്മൾ റെസ്യൂം ചെയ്തു, കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ അവിടെ പോയി ഹൈദരാബാദി ബിരിയാണി കഴിക്കണം. ഈ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ഫുള്ളി പഞ്ഞി കിടക്കുന്നതാണ്. ഈ പോകുന്ന വഴി എല്ലാവിടെയും അങ്ങനെ തന്നെ. ഇതിനു മുമ്പ് നമ്മൾ വന്ന റോഡിൻ്റെ സൈഡ് മൊത്തം അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ കണ്ടില്ല സോളാപൂരിന്റെ അവിടെ എത്തുമ്പോഴും ഹൈദരാബാദിലേക്ക് അത്ര ദൂരം കാണിച്ചിട്ടുണ്ട്. അനന്തപൂർ ആ വഴിയല്ലേ? ആ വഴിയാണിത്. കർണൂർ, അനന്തപൂര്, ബാംഗ്ലൂർ, അങ്ങനെ ദേവനഹള്ളി വന്ന് കയറും ബാംഗ്ലൂര്. അവിടെ ദൂരെ കുറേ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ഒരു ടൗൺ ആണെന്ന് തോന്നുന്നത്. അഡിലാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എത്ര 650 കിലോമീറ്റർ ആയിരുന്നു. ഇനി 290 കിലോമീറ്റർ മാത്രം. 350 വന്നു. 350 വന്നു. റോഡ് നല്ലതാണൊക്കെ 1000 കിലോമീറ്റർ സുഖമായി കവർ ചെയ്യാം. അതാണ്. നല്ല സൗണ്ടല്ലേ നമ്മളെ ഓട്ടോയിൽ. നമ്മൾ മധ്യപ്രദേശിൽ നിന്ന് ഹൈദരാബാദിലോട്ട് പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. തൊട്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ 3 മണി 3:30 ആകുമ്പോഴേക്കും ഫുൾ തണുപ്പാവും. ഇവിടെയൊക്കെ മഞ്ഞിൻ്റെ ആ ഒരു ഇങ്ങനെ ഒരു ഫിൽറ്റർ ഇട്ട പോലെ തന്നെ ആയിരിക്കും വീഡിയോ സാധാരണ എടുക്കുമ്പോൾ തന്നെ. പിന്നെ ഈ ഉച്ച ഒരു 12-1 മണിയൊക്കെ ആകുമ്പം ഈ സൂര്യൻ തൊട്ട് മേലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലിയർനെസ്സേ ഉണ്ടാവുള്ളൂ.